കേരളത്തിന്റെ സാമൂഹ്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി സ്വജീവിതം തന്നെ മാറ്റിവെച്ച വി എസ് അച്യുതാനന്ദന്റെ കൈകളിലേക്ക് ഈ പുരസ്കാരം എത്തിച്ചേരുന്നു എന്നതിൽ ഒരു ഔചിത്യ ഭംഗിയുണ്ട്. ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഇതിഹാസമാക്കി സ്വന്തം ജീവിതത്തെ മാറ്റിത്തീർത്ത ധീരനായ വിപ്ലവകാരിയാണ് വി എസ്. ജനങ്ങൾക്കും നാടിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ ജീവിതം ആധുനിക കേരളത്തിന്റെയും കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെയും ചരിത്രവുമായി വേർതിരിക്കാനാവാത്ത വിധത്തിൽ ഇടപെടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരള പുരസ്കാരത്തിന് എല്ലാവിധത്തിലും അർഹനായ വ്യക്തിയാണ് വി എസ്. പോരാളി എന്ന നിലയിൽ, നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവ് എന്ന നിലയിൽ വി എസ് നൽകിയ മഹത്തായ സംഭാവനകളുടെ കൂടി ഫലമാണ് ഇന്ന് നാം കാണുന്ന ആധുനിക കേരളം. ആ ജീവിതം എന്നും യാതനയുടെയും സഹനത്തിന്റെയും പീഡനത്തിന്റെയും അതിജീവനത്തിന്റെയും പാതകളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. 17 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത്. 83 വർഷമായി പാർട്ടി അംഗമായി തുടരുകയാണ്. 83 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി തുടരുന്ന അധികം പേർ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും ജീവിത ധൈര്യത്തെ നേരിട്ടറിഞ്ഞിട്ടുള്ള വി എസിൽ എന്നും ഒരു നിസ്വപക്ഷപാതിത്വം നിറഞ്ഞു നിന്നിട്ടുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയതിന്റെ പിന്നിലുള്ള രഹസ്യം ആ അനുഭവങ്ങൾ തന്നെയാണ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ദേശീയ കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPM രൂപീകരിച്ച 32 പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക നേതാവാണ് വി എസ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗമായും അദ്ദേഹം ഉയർന്നു. 1941 പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട്ടിലേക്ക് അദ്ദേഹം പോയത്. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിൽ 10,000-കണക്കിൽ കർഷക തൊഴിലാളികൾ ജന്മിമാർക്കും ഭൂപ്രഭുക്കന്മാർക്കും കീഴിൽ അന്നത്തെ കാലത്ത് അടിമകളെപ്പോലെ പണിയെടുത്തിരുന്ന അവസ്ഥയായിരുന്നു. അന്ന് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ 2 തരത്തിലുള്ള അടിമത്തത്തിനും ചൂഷണത്തിനും വിധേയരായിരുന്നു. ഒന്ന് കൂലി അടിമത്തം, മറ്റൊന്ന് ജാതി അടിമത്തം. ഇവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നായിരുന്നു വി എസിന്റെ ചുമതല. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചായിരുന്നു ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. കർഷക തൊഴിലാളികളുടെ അധ്വാനത്തിന് ആനുപാതികമായ കൂലിയും മറ്റവകാശങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് എണ്ണമറ്റ സമരങ്ങൾ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ ആ കാലത്ത് സംഘടിപ്പിക്കുന്നതിന് വി എസ് നേതൃത്വം നൽകി. അതിലൂടെ കർഷക തൊഴിലാളികളെ അവകാശബോധമുള്ളവരും സംഘടിത ശക്തിയുള്ളവരുമാക്കി മാറ്റുന്നതിൽ നേതൃത്വപരമായ പങ്കാണ് വി എസ് വഹിച്ചത്. ആ വി എസിന്റെ കൈകളിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മുഖമാസിക നൽകുന്ന പുരസ്കാരം എത്തിച്ചേരുന്നത് തീർത്തും ഉചിതം തന്നെയെന്ന് നേരത്തെ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്.